പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്നും കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്ന് യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഓ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ വിശ്വാസമനുസരിച്ച് നമ്മൾക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നമ്മുടെ പ്രാർത്ഥനയൊക്കെയും ഫലവത്തായിത്തീരും. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും വേണം. നമ്മുടെ ക്ഷമയുടെ മേഖലയെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ ദൈവത്തിൻ്റെ മുൻപിൽ എത്തണമെങ്കിൽ ആ ക്ഷമയുടെ മേഖല പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവം പ്രവർത്തിച്ചിട്ടും നമ്മൾ നന്ദിയില്ലാത്തവരെ പോലെ ആ ആവശ്യ സമയത്ത് മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ സമയങ്ങളിലും ദൈവത്തെ ചിലപ്പോൾ നമ്മൾ മറന്ന് ജീവിക്കുന്നതായിട്ടും തോന്നാറുണ്ട്. അപ്പോഴൊക്കെയും ദൈവം നമ്മോടൊപ്പമുണ്ട്, നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നു. നമ്മളോടെപ്പോഴും വിശ്വസ്തത കാണിക്കുന്നവനാണ് ദൈവം. ദൈവത്തെ സ്നേഹിക്കാം, സേവിക്കാം, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.